ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഐഡൻറ്റിഫൈങ് തിങ്സ് എന്ന ഗെയിം എന്ന ചലഞ്ചായിട്ടാണ് ഗൈസ്. അപ്പോൾ ഇവിടെ അക്ഷരക്കുട്ടി നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കണ്ണൊക്കെ നല്ല ഇറുക്കി കെട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഗെയിമിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. മണത്ത് നോക്കുകയും കൈകൊണ്ട് അറിയുകയും ചെയ്യാം എന്താണെന്ന്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എന്തൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നതെന്ന്. ആരും വയ്ക്കാത്ത കുറേ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഞാൻ ഈ സാധനമാണ് ഗൈസ് കാർത്തിക്കുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കാർത്തിക്കുട്ടി അത് നോക്കുവാണ് എന്തൊക്കെയാണെന്ന്. പറയുവാണെങ്കിൽ സർപ്രൈസ് ഉണ്ട്. കാർത്തിക്കുട്ടി ഇങ്ങനെ ഇരിപ്പുണ്ട്. അതെല്ലാം എന്താണെന്ന് നോക്കുന്നുണ്ട്. മണക്കാം, പക്ഷെ കഴിക്കാൻ പറ്റൂല. ഇത് ജീരകം. ഏത് ജീരകമാണെന്ന് പറയണം. വെള്ളത്തിൽ തിളപ്പിക്കുന്ന ജീരകം. നോ, ഒരു ചാൻസ് എടുത്ത് തരാം. ഏത് ജീരകമാണെന്ന് പറയൂ. വേഗം വേഗം പറയൂ, സമയം പോന്നു. ഇത് അയ്യോ, അപ്പൊ കാർത്തിക്കുട്ടി ഇതിൽ ഔട്ടായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാം, ഇതാണ് നമ്മുടെ ഗൈസ് പെരുംജീരകം. വെള്ളത്തിൽ തിളപ്പിക്കുന്ന ജീരകമൊക്കെ തന്നെയാണ്, പക്ഷെ എന്താണ് കറക്റ്റ് ആയിട്ട് പേര് പറഞ്ഞാലേ നമുക്ക് ഇവിടെ സമ്മാനമുള്ളൂ. അടുത്ത തിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഗൈസ്. നമുക്ക് കാർത്തിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കാം. പറയൂ, അതെന്താണെന്ന് പറയൂ. എന്താണ്? സേമിയ. അടിപൊളി 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 അടിപൊളി. ആ കാർത്തിക്കുട്ടി ഇത് സേമിയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇനി ഒന്നും ചെയ്യാനൊക്കത്തില്ല, അതും മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഒരു സാധനം കൊടുക്കാം. ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് പറയൂ. ഏലക്ക. ഇങ്ങനെ എത്ര പെട്ടെന്ന് പറ്റി? കാണുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെയാണ് ഇത് കളിക്കുന്നത്, അതുകൊണ്ടാണ്. ഓ യെസ്, കാർത്തിക്കുട്ടി ഇത് കളിക്കുന്നോണ്ട് പെട്ടെന്ന് ഏലക്കെന്ന് കണ്ടുപിടിച്ചു. ഞാൻ സിമ്പിൾ ആണോ കൊടുത്തേന്നൊരു തോന്നലുണ്ട് ഗൈസ്. ഇതാ കണ്ടില്ലേ? പോയിട്ട് വേണ്ട, അത് സാരല്ല. ഇനി അടുത്തതാണ് മണത്ത് നോക്കാം. കൈകൊണ്ട് അറിയാനേ പറ്റത്തുള്ളൂ, ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല. കല്ലുപ്പ്. ഓ ജയിച്ചേ. കാർത്തിക്കുട്ടി പറഞ്ഞിരിക്കുന്നു ഇത് കല്ലുപ്പാന്ന്. അവിടെ ഞാൻ തോറ്റുപോയി ഗൈസ്. ഞാൻ എടുത്തു വെച്ചത് കാർത്തിക്കുട്ടി കണ്ടുപിടിച്ചിരിക്കുന്നു. അടുത്തത് പറയാമെന്ന് തോന്നുന്നില്ല. കൊടുക്കാം, നമുക്ക് നോക്കാം. താഴോട്ട് കുനിയാൻ പാടില്ല. ഇല്ല, പൊടിയേരി. ഈ ഗൈസ് ഇത് പൊടിയേരിയാണെന്നാണ് നമ്മുടെ കാർത്തിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. പൊടിയേരിന്ന് സമ്മതിച്ചോ? എനിക്ക് മണത്തോക്കട്ടെ. മൂക്കിന അല്ലല്ല, ഇതിന്റെ മണം കേട്ടിട്ട് നമ്മള് വെള്ളത്തിലൊക്കെ തിളപ്പിക്കത്തില്ലേ? വെള്ളത്തിലും തിളപ്പിക്കാം, പക്ഷെ ഇതിന്റെ കറക്റ്റ് പേര് പറഞ്ഞാലേ പ്രൈസ് ഉള്ളൂ. അയ്യോ, എനിക്ക് പേരറിയില്ല. കറക്റ്റ് വെള്ളത്തിൽ തിളപ്പിക്കുന്നതാണ് ഇങ്ങനെ സ്ക്വയർ രൂപത്തിരിക്കുന്നത്. മഞ്ഞ നിറമോ? പറയൂ എന്താണ്? പറയൂ സർക്കാരെ. അയ്യോ, എനിക്കിത് പേരെനിക്ക് ഓർമ്മയില്ല. ഇത് വെള്ളത്തിൽ തിളപ്പിക്കുന്ന സാധനമാണ്. അപ്പൊ പേരറിയാത്ത ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. വെള്ളത്തിൽ തിളപ്പിക്കുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ഉലുവ. ഇനി അടുത്ത ഒറ്റ ഒരു ചാൻസും കൂടെ ഉള്ളൂ. ഇതെന്താണെന്ന് പറയണം. ഇത് കത്തി പ്രത്യേകം പറയും. എളുപ്പം പറയാം. ഈശ്വര, എടുത്ത് കളയല്ലേ. അപ്പൊ എന്ത് വില കൂടിയതാണ്. യെസ്, നല്ല വില കൂടിയതാണ്. വേഗം പറഞ്ഞോളൂ, സമയം പോന്നു. ഞാൻ പറയാം. അയ്യോ, ഇത് ജീരകം. അപ്പൊ കാർത്തിക്കുട്ടി ഇതിൽ വിന്നർ ആയിരിക്കുകയാണ്. പക്ഷേ 2-3 പോയിട്ട് 2 തെറ്റിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. കാർത്തിക്കുട്ടിക്ക് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൈസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോ ഗൈസ്. അപ്പം അതുവരേക്കും കാർത്തിക്കുട്ടി ഒരു ടാറ്റ പറഞ്ഞേ. ഓക്കെ. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഞങ്ങളുടെ ഫസ്റ്റ് ഗെയിമാണ്. നമുക്ക് അതിൻ്റെതായ കുറച്ച് പോരായ്മകളും ഒക്കെ കാണും. പക്ഷെ നിങ്ങളെല്ലാം ഒന്ന് സഹകരിക്കണം. അടുത്ത നല്ല അടിപൊളി ഗെയിമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. വെറൈറ്റി ചലഞ്ച് ആയിരിക്കും. നമ്മൾ മാത്രമല്ല
കുറച്ച് കൂട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നല്ല അടിപൊളി കിട്ടില്ലൻ എപ്പിസോഡുമായിട്ട് വരുന്നിടം വരേക്കും ടാറ്റാ.